എല്ലാവർക്കും നമസ്കാരം. 2016 ഏതാണ്ട് 4-5 വർഷം ആയിട്ടുണ്ട് ഞാൻ ഓഷോയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ആ വീഡിയോ ചെയ്തത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ പരമ്പര തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. പാർട്ട് 1 എന്ന് എഴുതി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് സംഭവിച്ചില്ല. ഈ വർഷത്തിനിടയ്ക്ക് ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ഓഷോ വിശദീകരിച്ചു തന്ന ഒരു ധ്യാനം, അതായത് വിജ്ഞാൻ ഭഗര തന്ത്രയിലുള്ള ഒരു ധ്യാന രീതി ഞാൻ വീഡിയോ ചെയ്തിരുന്നു എന്നുള്ളതല്ലാണ്ട് ഓഷോയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആശയത്തെക്കുറിച്ചോ ഒന്നും തന്നെ പിന്നീട് ഞാൻ വീഡിയോ ചെയ്തിട്ടിരുന്നില്ല. യഥാർത്ഥത്തിൽ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടോ ഞാൻ ശ്രമിക്കാഞ്ഞതോ കൊണ്ടോ അല്ല. പക്ഷേ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഞാൻ മൗനിയായി പോവുകയാണ് ചെയ്യാറുള്ളത്. വാക്കുകൾ വരുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് വാക്കുകൾ വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ഇന്ന് എന്തുകൊണ്ടോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു തോന്നലുണ്ടായി, ഒരു ഉൾവിളി പോലെ ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓഷോയെക്കുറിച്ച് അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അനുകൂലമായിട്ടുള്ള അഭിപ്രായത്തേക്കാൾ കൂടുതൽ വിമർശനങ്ങളായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായുള്ള വിമർശനം, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഓഷോ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അനേകായിരം ബുക്കുകളും CD-കളും അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ റിസോഴ്സസ് ഉണ്ട്. അതൊക്കെ തന്നെ അതിലെല്ലാം അദ്ദേഹം ഒരു കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, ധ്യാനം അതൊന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ കമൻ്റായിട്ടും ഒക്കെ എഴുതിയിരുന്നു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓഷോ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സൂഫിസത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം ഉപനിഷത്തുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം ബൈബിളിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം തന്ത്രയെക്കുറിച്ച്, യോഗയെക്കുറിച്ച്, ലോകത്തുള്ള എല്ലാവിധ ആത്മീയ അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസുകളെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. മെറ്റാഫിസിക്കലായുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, സൈക്കോളജി സംസാരിച്ചിട്ടുണ്ട്, ഈവൻ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സംസാരിച്ച ഒരു വ്യക്തി ആ ഒരു വിഷയം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് വരുന്നു എന്നുള്ളതാണ് എനിക്കുള്ള ഒരു വിമർശനം. അവർ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞതും ശരിയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വിശദീകരണം പലപ്പോഴും പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒന്നും സംസാരിക്കാൻ പറ്റിയിരുന്നില്ല ഓഷോയെക്കുറിച്ച്. പിന്നീട് ആൾക്കാർ നേരിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ വരുമ്പം ഞാൻ വാദോരാതെ സംസാരിക്കാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിരുന്നില്ല. ഈ പറഞ്ഞ വിമർശനത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അവർ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞു പോയ കാര്യങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലും ഓഡിയോ വീഡിയോ റിസോഴ്സസിലൊക്കെ ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ലല്ലോ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എന്താണ് നമ്മളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് ധ്യാനം മാത്രമാണ്. ആ ധ്യാനം എന്നുള്ള വിഷയം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം പല രീതിയിലുള്ള മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അതിൽ പല വിഷയങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, എനിക്ക് യേശുവുമായിട്ടോ അല്ലെങ്കിൽ പതഞ്ജലിയായിട്ടോ ഇവരുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല, എനിക്ക് പറയാനുള്ളത് പറയാനായിട്ട് ഒരു പക്ഷേ അവരെ ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓഷോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഓഷോയെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിനൊരു ലൈംഗിക ഗുരു, സെക്സ് ഗുരു എന്നുള്ളൊരു പേരിലായിരുന്നു. മാത്രമല്ല സമ്പന്നന്മാരുടെ ഗുരു എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ഓഷോയെ പരിചയമുള്ള ആളുകൾ, അദ്ദേഹത്തെ വിമർശിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ അനുയായികളും ശരിക്കും ഒരുപാട് അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ശരിയായി ധരിച്ചിട്ടുണ്ട് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാനിപ്പോൾ ആ വീഡിയോ പരമ്പരയിൽ തന്നെ ഞാൻ ഇട്ട പേര് എൻ്റെ ഓഷോ എന്നാണ്. കാരണം അവിടെ എനിക്ക് എൻ്റെതായ ഫ്രീഡമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഓഷോയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരിയായ ഓഷോ ആരെന്നുള്ളത് ഓഷോയ്ക്ക് മാത്രമേ അറിയൂ, അല്ലെങ്കിൽ ഓഷോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ കൺവേ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഓഷോയെ തന്നെയാണ്.
വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ധാരാളം അപവാദങ്ങളും നല്ലതും ചീത്തയുമായിട്ടുള്ള ധാരാളം വാർത്തകളും ഒക്കെ ഉണ്ട്. നമ്മളതൊന്നുമല്ല, ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് എവിടെയാണ്? പുസ്തകങ്ങളിലൂടെയാണ് കണ്ടിട്ടുള്ളത്. വീഡിയോസ് പോലും ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ബുക്കുകൾ തന്നെ വായിച്ചിട്ടാണ് അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ ബുക്കുകൾ വായിക്കുന്നതിൽ ഉപരിയുള്ള ഒരു അറിവ് എങ്ങനെയോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ അതീന്ദ്രിയമായ അറിവെന്നൊന്നും പറയാൻ ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എന്തോ ഒന്ന്, അതായത് ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ അറിയുന്നു, അത് സാധാരണഗതിയിൽ നമ്മൾ അറിയുന്നു. പക്ഷെ അതിലപ്പുറം എങ്ങനെയോ അദ്ദേഹമായിട്ടൊരു ബന്ധം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഇമോഷണലായിട്ടായിരിക്കാം, എന്തോ ഒരു എനിക്ക് നിർവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ബന്ധം അദ്ദേഹത്തോട് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ആ പുസ്തകത്തിൽ വായിച്ചതിലുപരിയായി ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊരു തോന്നലും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിവിടെ ക്ലെയിം ചെയ്യല്ല, അതൊന്നും ഒരു വാദത്തിന് വേണ്ടി കൊണ്ടുവരുന്നുമില്ല. അതൊക്കെ എൻ്റെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതാരും നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, അതൊന്നും ഇവിടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് ഒരു വാദത്തിന് വരാതിരിക്കുക. വന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ ഭൗതികതയിലേക്ക് മുഴുകാനാണോ ഓഷോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് കുത്തഴിഞ്ഞൊരു ജീവിതമാണോ ഓഷോ നമ്മളിലേക്ക് ഒരു മെസ്സേജായിട്ട് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഓഷോയുടെ സന്ദേശം എന്ന് പറഞ്ഞൊരു കുത്തഴിഞ്ഞ ജീവിതമാണ്? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഓഷോ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കരുത് എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് നിങ്ങൾ അവബോധത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്, പൂർണ്ണമായും ബോധപൂർണരാകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതൊരു പുതിയ സന്ദേശവും അല്ല, ശരിക്കും പറഞ്ഞാൽ സെന്നൊക്കെ പറയുന്ന ആ ഒരു മെസ്സേജ് തന്നെയാണത്. പക്ഷെ അദ്ദേഹം അത് കുറച്ചും കൂടെ ജനകീയമാക്കി എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ഈ അവബോധത്തോടെ ജീവിക്കണമെന്ന് പറയുന്നതിന് എൻ്റെ പിന്നിലുള്ള സംഗതി എന്താണെന്നും കൂടെ മനസ്സിലാവുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ അതിനു മുമ്പായിട്ട് പുരാണത്തിലുള്ള ഒരു കഥ പറയാം. യയാതി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. യയാതിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അസുര ഗുരുവായുള്ള ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഈ ദേവയാനിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ദേവയാനി പറഞ്ഞിട്ടുണ്ട് വേറെ ആരെയും വിവാഹം കഴിക്കാൻ പാടില്ല, പുള്ളിക്കാരി വളരെ പൊസസീവാണ്. പക്ഷെ ദേവയാനി അറിയാതെ ദേവയാനിയുടെ തോഴിയായുള്ള ശർമ്മിഷ്ഠയും യയാതി വിവാഹം കഴിക്കുന്നു. യഥാർത്ഥത്തിൽ യയാതി വളരെ ഇന്ദ്രിയ ലോലുപതയോടുകൂടി ലൈംഗിക ആസക്തിയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ദേവയാനി അറിയാതെ ഈ ശർമ്മിഷ്ഠയെ വിവാഹം കഴിച്ചു യയാതി. ആ വിവരം പിന്നീട് ദേവയാനി അറിയുകയും അത് ശുക്രാചാര്യരോട് പോയി പറയുകയും, നീ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് ശുക്രാചാര്യർ യയാതിയെ ശപിക്കുന്നു. നിനക്ക് വാർദ്ധക്യം വന്ന് ജരാതരകൾ ബാധിക്കട്ടെ എന്ന് ശപിക്കുകയാണ്. അപ്പോൾ യയാതി പറയുന്നുണ്ട്, ഞാൻ ഈ ലൈംഗിക സുഖങ്ങളൊന്നും ലൈംഗിക സുഖമൊന്നും അനുഭവിച്ച് എനിക്ക് മതിയായിട്ടില്ല, അതുകൊണ്ട് ഈ ശാപം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. പിന്നീട് അതിനുശേഷം ശുക്രാചാര്യർക്ക് കുറച്ച് മനസ്സലിവ് തോന്നുകയും അദ്ദേഹം ഒരു കാര്യം ചെയ്യും, നിന്റെ വാർദ്ധക്യത്തെ സ്വീകരിക്കാൻ ആരെങ്കിലും തയ്യാറാകുകയാണെങ്കിൽ അവർക്ക് നീ ഈ വാർദ്ധക്യത്തെ കൊടുത്തിട്ട് അവരുടെ യൗവനത്തെ നിനക്ക് വാങ്ങിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനായ പൂരു, യയാതിയുടെ മകനായ പൂരു അച്ഛൻ്റെ വാർദ്ധക്യത്തെ സ്വീകരിക്കാൻ തയ്യാറായി. വാർദ്ധക്യത്തെ സ്വീകരിക്കുകയും മകൻ്റെ യൗവനം അച്ഛൻ എടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു ഇന്ദ്രിയ ലോലുപതയോടുകൂടി ലൗകിക ആസക്തികളിൽ മുഴുകി ജീവിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നാൾ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടാണ്. കാരണം എത്രമാത്രം സുഖങ്ങൾ അനുഭവിച്ചാലും ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള സുഖങ്ങൾ, ലൈംഗികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിച്ച് പോയാലും ഇതിലൊരു ശമനം ഉണ്ടാവുകയോ സംതൃപ്തി എന്ന് പറയുന്ന സംഗതി അനുഭവിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഇത് കൂടിക്കൂടി വരികയാണ്. ഈ ആസക്തി കൂടിക്കൂടി വരുന്നതല്ലാണ്ട് ഇത് കുറഞ്ഞല്ല വരുന്നത്. ആ തൽക്കാലം ഒരു ശമനം ഉണ്ടാവും, നമുക്കൊരു വിശപ്പുണ്ടാവും, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, തൽക്കാലം ശമനം ഉണ്ടാവുന്നു, വീണ്ടും നമുക്ക് വിശക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ ആസക്തി എന്ന് പറയുന്നത്. ആസക്തി എന്ന് പറയുന്നത്, വിശപ്പെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിസിക്കൽ നീഡാണ്. അതേസമയം ആസക്തി എന്ന് പറഞ്ഞാൽ അത് സൈക്കോളജിക്കലാണ്. നമുക്കൊരു ഭക്ഷണം വിശന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതും കൊതി കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്.
അപ്പോൾ കൊതിയെന്ന് പറയുന്നത് കഴിക്കും തോറും കൂടി വരികയാണ്. ആസക്തി, ലൈംഗിക ആസക്തി ആയാലും മറ്റ് ലൗകിക ആസക്തികളായാലും നമ്മളത് ചെയ്യും തോറും കൂടി വരികയും നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയും നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയും പിന്നീട് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ യൗവനം മകന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് കാട്ടിൽ തപസ്സിന് പോവുകയും ഭക്ഷണം ഉപേക്ഷിക്കുന്നു, അതിനുശേഷം വെള്ളം ഉപേക്ഷിക്കുന്നു, വായു മാത്രം ആയിട്ട് അദ്ദേഹം എല്ലും തോലുമായിട്ട് തപസ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം സ്വർഗത്തിലെത്തി എന്നാണ് കഥ. പക്ഷെ അദ്ദേഹത്തിന് അവിടെയും ഇവിടെ ഇന്ത്യൻ ദർശനം അനുസരിച്ചുള്ള അൾട്ടിമേറ്റ് ആനന്ദം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അദ്ദേഹം സ്വർഗം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ആയിട്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നില്ല. അപ്പോൾ അത് അൾട്ടിമേറ്റ് ആനന്ദം, അനന്താനന്ദം എന്ന് പറയുന്ന അവസ്ഥയാണ് സമാധി അല്ലെങ്കിൽ മഹാസമാധി എന്ന് പറയുന്ന അവസ്ഥയാണ് അൾട്ടിമേറ്റ്. പക്ഷേ അതില്ലാത്തവർക്ക് ഈ തപസ്സിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തോളം നാൾ തപസ് അനുഷ്ഠിച്ചു എന്നുള്ള ഒരു ഗുണത്തിൽ അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വർഗത്തിൽ എത്തി കഴിഞ്ഞു. ആ സ്വർഗത്തിലെ സുഖങ്ങളിലൊക്കെ അദ്ദേഹം അഭിരമിച്ച് ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു അഹങ്കാരം ഉണ്ടായി. അതായത് ലോകത്തുള്ള ഏറ്റവും തപശക്തിയുള്ള ആൾ ഞാനാണ്. കണ്ടോ, മനുഷ്യൻ്റെ മനസ്സ് മാറുന്നതാണ്. അതായത് ഇത്ര നാളായൊക്കെ അഹങ്കാരം ഉണ്ടായിരുന്ന വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും തപശക്തിയുള്ള വ്യക്തി ഞാനാണ് എന്നുള്ള ഒരു അഹങ്കാരത്തിലേക്ക് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ആ അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് നിബന്ധിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരികയും ചെയ്തു. ഇതാണ് യയാതിയുടെ ഒരു കഥ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇവിടെ യയാതിയുടെ കഥ കൊണ്ട് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ, അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നോ, അതിൽ സ്വർഗമുണ്ടോ, ഇതൊന്നുമല്ല ഈ കഥയുടെ വിഷയം. ഈ കഥയുടെ വിഷയമെന്ന് പറയുന്നത്, അത് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്, സുഖം, ലൗകിക സുഖം, ലൈംഗിക സുഖം, ഇതൊക്കെ നമ്മൾ എത്രമാത്രം ആസ്വദിച്ചാലും നമുക്കൊരിക്കലും സംതൃപ്തി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. അത് പിന്നീട് തപസ്സെന്ന് പറയുന്ന സംഗതിയാണെങ്കിൽ പോലും നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു എക്സ്ട്രീം, ഈ യയാതിയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീമിൽ ഇയാൾ എല്ലാ സുഖങ്ങളിലും മുഴുകി ജീവിക്കുകയും മറ്റൊരു എക്സ്ട്രീമിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് മഹാതപസ്സിൽ ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ് യയാതി. ഈ രണ്ടും ശരിയല്ല എന്നാണ് ശരിക്കും ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തിൽ. കാരണം തപസ്സുകൊണ്ട് ഒരു പക്ഷേ സ്വർഗത്തിൽ പോയേക്കാം, അപ്പോഴും നിങ്ങളുടെ അഹങ്കാരം അവിടെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങളുടെ അഹങ്കാരം നശിക്കുന്നില്ലെങ്കിൽ ആ തപസ് കൊണ്ട് പോലും പ്രയോജനമില്ല, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളെ ആത്യന്തികമായിട്ടുള്ള ഒരു സംതൃപ്തിയിലേക്ക് എത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് കഥ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീമുകളും ശരിയല്ല എന്ന് കൃത്യമായിട്ട് ബോധിപ്പിക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയുന്നത്. ഇത് തന്നെയാണ് ഓഷോയുടെ മെസ്സേജ്. ഓഷോ പറയുന്നത് ഇതാണ്, നിങ്ങളെപ്പോഴും ഈ രണ്ട് എക്സ്ട്രീമിൽ കിടന്ന് ഓടുകയാണ്. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ലൗകികമായ സുഖങ്ങളിൽ അങ്ങ് അഭിരമിച്ച് അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വളരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു സുഖങ്ങളും ഇല്ലാതെ നിങ്ങളെ തന്നെ തപിപ്പിക്കുന്നു. തപസ്സെന്ന് പറഞ്ഞാൽ തന്നെ തപിപ്പിക്കുക എന്നുള്ളത്, നിങ്ങളെ തന്നെ നിങ്ങൾ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്വയം പീഡനരതിക്കാരാകുക എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കഴിക്കാതെ, വറ്റി വരണ്ട് ഒന്നുമില്ലാതെ ജീവിക്കുന്നു. ഇത് രണ്ടും അല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന്. ഇത് തന്നെയാണ് ഓഷോ നമ്മളോട് പറയുന്നത്. പിന്നെ എന്ത് എന്നുള്ളതാണ് വേറൊരു ചോദ്യം വരുന്നത്. ആ പിന്നെ എന്തെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവബോധത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത്. അതായത് ഇവിടെ യയാതിയുടെ കഥയിൽ സംഭവിച്ചതും എന്നാൽ സാധാരണ നമ്മുടെ ജനങ്ങളിൽ സംഭവിക്കാത്തതുമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരിക്കലെങ്കിലും ഒരു മൊമെന്റിൽ ജീവിതത്തിൽ ഇതിൻ്റെ നിസാരതയെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ സാധാരണ ആൾക്കാർ മരിക്കുന്ന സമയത്ത് പോലും എത്രയോ നാൾ നമ്മൾ ജീവിച്ച ആ ജീവിതത്തിൻ്റെ നിസാരതയെ അല്ലെങ്കിൽ നമ്മുടെ ആ ഫൂളിഷ്നെസ്സിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. കാരണം 10,000 കോടിക്കണക്കിന് ആൾക്കാർ ആ ഒരു തിരിച്ചറിവിലേക്ക് പോലും വരാതെയാണ് മരിച്ചു പോകുന്നത്. അതായത് ദേ ആർ മിസ്സിങ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതായത് ജീവിതത്തിൽ നമുക്ക് അനന്തമായ ഒരു ആനന്ദം സാധ്യമാണ്. അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് പോകാൻ പോലും ശ്രമിക്കാതെ മരിച്ചു പോവുകയാണ് എല്ലാവരും. ആ ഒരു സാധ്യതയെക്കുറിച്ച് അറിയുന്ന പോലുമില്ല, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാതെ മരിച്ചു പോവുകയാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. എന്നാൽ യയാതിക്ക് ജീവിതത്തിൻ്റെ ഒരു മൊമെൻറ്റിൽ ഇതിൻ്റെ ഒരു നിസാരത, ഇതിൻ്റെ ഒരു ഫൂളിഷ്നെസ് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കഥയിൽ. ഇന്ന് സാധാരണ ആൾക്കാർ അത് സംഭവിക്കുന്നില്ല.
അപ്പോൾ ഇത് തിരിച്ചറിയുക എന്നുള്ള എങ്ങനെ തിരിച്ചറിയുന്നത്, അവിടെയാണ് അവബോധത്തോടു കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, പക്ഷെ നിങ്ങൾ അവബോധത്തോടു കൂടി ജീവിക്കുക. പുകവലിക്കാൻ ആഗ്രഹം ചോദിച്ച ഒരു സെൻ സ്റ്റുഡൻറ്റ് അല്ലേ, ഒരു സെന്നിലെ സ്റ്റുഡൻറ്റ് രണ്ട് കൂട്ടുകാരാണ്. അവരിൽ ഒരാളെ എന്നിട്ട് ഗുരുവിനോട് ചെന്ന് ചോദിച്ചു, ഞാൻ പുക വലിച്ചോട്ടെ, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പുക വലിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞോ നീ പുക വലിക്കരുതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ ചോദിക്കാൻ പോയി അയാൾക്ക് അനുവാദം കൊടുത്തു. ആദ്യത്തെ ആൾ അതിശയിച്ചു പോയി, എന്താണ് സംഭവിച്ചത്, നീ എന്താണ് ചോദിച്ചത്? രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ചോദിച്ചത് പുക വലിക്കുമ്പോൾ ഞാൻ ധ്യാനിച്ചോട്ടെ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ആൾ ചോദിച്ചത് രണ്ടാമത്തെ ആൾ ചോദിച്ചതും ഒന്നല്ലേ, അതായത് ധ്യാനിക്കുമ്പോൾ ഞാൻ പുക വലിച്ചോട്ടെ എന്നാണ് ഒരാൾ ചോദിച്ചത്. രണ്ടാമത്തെ ആൾ ചോദിച്ചത് ഞാൻ പുക വലിക്കുമ്പോൾ ധ്യാനിച്ചോട്ടെ എന്നാണ്. രണ്ടാമത്തെ ആൾക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത് ഗുരു. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്ത് ചെയ്താലും ധ്യാനപൂർവ്വം ചെയ്യാം. ധ്യാനപൂർവ്വം എന്നോട് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ധ്യാനത്തെക്കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ വേണ്ടത്. ധ്യാനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പല ആളുകളെ സംബന്ധിച്ചും അമാനുഷികമായ ചില സിദ്ധികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ധ്യാനിച്ചാൽ സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ ധ്യാനിച്ചാൽ മോക്ഷം കിട്ടും, ധ്യാനിച്ചാൽ സമാധിയിലേക്ക് പോകാം, ധ്യാനിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ലോ ഓഫ് അട്രാക്ഷൻ പോലെ കുറേ മെറ്റീരിയലായിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ആണ് പൊതുവെ കുറേ ആളുകളെങ്കിലും മനസ്സിലാക്കി വെച്ചത്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയാം, കുറേ ആളുകളെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി വെച്ചവർക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. അല്ലാത്തവർക്ക് കുഴപ്പമില്ല, അവർക്കറിയാം. അപ്പോൾ ധ്യാനം അങ്ങനെയല്ല. ഓഷോ നമ്മളോട് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ തികച്ചും സാധാരണ ജീവിതത്തിൽ അവബോധമുള്ളവരായി ജീവിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശീലനമാണ് ശരിക്കും ധ്യാനം. നിങ്ങളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ 1 മണിക്കൂറോ നിങ്ങൾ ധ്യാനിക്കുന്ന ആ ധ്യാനം അതൊരു പരിശീലനമാണ്. എന്താണ്? നിങ്ങളുടെ എൻ്റയർ ലൈഫിൽ നിങ്ങൾക്ക് ഉറക്കത്തിൽ പോലും അവബോധമുള്ളവരായിരിക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കലയാണ് ധ്യാനം എന്ന് പറയുന്നത്. ആ അവബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ തിരിച്ചറിവുകൾ പെട്ടെന്നുണ്ടാവും. ഇങ്ങനത്തെ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ പരമാനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ ധ്യാന പരിശീലനം, ഈ അവബോധം തന്നെ നിങ്ങളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. അവിടെ അവബോധം മാത്രം മതി, വേറൊന്നും വേണ്ട. അതായത് ഈ ലോകത്തുള്ള സർവ്വ മതങ്ങളിലെയും സർവ്വ സ്പിരിച്വൽ പ്രാക്ടീസസിൻ്റെയും സാരാംശം എന്ന് പറയുന്നത് അവബോധമാണ്. അവബോധത്തോടു കൂടി ജീവിക്കുക. അവബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ നിങ്ങളുടെ വേണ്ടാത്തതൊക്കെ തനിയെ നിങ്ങൾ കൊഴിഞ്ഞു പോകും. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ വേണ്ടാത്തതുണ്ട് അതൊക്കെ പൊക്കോളും, തനിയെ പോകും. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക പോലും ചെയ്യണ്ട. നിങ്ങൾ അവബോധത്തോടെ ജീവിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ കാരുണ്യം ഉണ്ടാവും, നിങ്ങൾക്ക് സഹജീവിയോട് സ്നേഹം ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ തനിയെ ഉണ്ടാവുകയും ചെയ്യും. കാരണം അത് ഉണ്ടാവാനുള്ളതല്ല, അതൊക്കെ ആക്ച്വലി നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിങ്ങനെ മുഴുകി ജീവിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു കാർമേഘം സൂര്യനെ മറയ്ക്കുന്നത് പോലെ ഈ അവബോധത്തെയും നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യ സഹജമായിട്ടുള്ള കാരുണ്യത്തെയും ഒക്കെ ഇത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവബോധമുള്ളവരാകുമ്പോൾ പ്രകാശം, നമ്മളൊരു ഇരുട്ടുള്ള മുറിയിൽ ഒരു പ്രകാശം ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന പോലെയാണ്. അവിടെ പ്രകാശം പരക്കാണ്. അവബോധം ഒരു പ്രകാശം പോലെയാണ്. അതുവരെ കട്ട പിടിച്ച ഇരുട്ടുകളൊക്കെ നിമിഷം കൊണ്ട് തന്നെ അപ്രത്യക്ഷമാവുകയും നമ്മൾ കാര്യങ്ങളെ തിരിച്ചറിയുകയും തിരിച്ചറിവിലൂടെ നമ്മൾ യഥാർത്ഥ ഒരു മനുഷ്യനാവുകയും ചെയ്യാണ്. ഇവിടെ ദൈവമാവുക അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒന്നും വേണ്ട. നമ്മൾ മനുഷ്യനായി തീരുകയാണ് ചെയ്യുന്നത്. മനുഷ്യനായി തീർന്നു കഴിയുമ്പോൾ അതിമാനുഷികതയിലേക്കുള്ള ജേർണി തുടങ്ങുകയായി. യഥാർത്ഥത്തിൽ മനുഷ്യനാവുക എന്നുള്ളത് തന്നെയാണ് അതിമാനുഷികത്വം എന്ന് പറയുന്നത്. കാരണം മനുഷ്യരായി ജീവിക്കുന്നവരൊന്നും യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യരായിട്ടല്ല ജീവിക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അസാധാരണരാണ്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഒരു സാധാരണത്വത്തിലേക്കും എൻ്റെ സ്വയം ബോധ്യമുണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, തന്നിലെ വെളിച്ചം സ്വയം കത്തിക്കുന്ന ആ ഒരു പരിശീലനമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ട് ഇന്ന് തോന്നിയ കാര്യങ്ങൾ. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.